പ്രദീപ് സർ, വാഗ്ദാനങ്ങളുടെ വലിയ പട്ടികയാണ് ഓരോ രാഷ്ട്രീയ പാർട്ടികളും കേരളത്തിലെ പൊതുജനങ്ങൾക്ക് മുന്നിലേക്ക് വയ്ക്കുന്നത്. കെഎസ്ആർടിസി ബസ്സിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര പ്രഖ്യാപിച്ച രാഹുൽ ഗാന്ധി മുതൽ ഇങ്ങോട്ട് അനന്തമായി നീളുന്നതാണ് ആ പട്ടിക എന്ന് പറയുന്നത്. എന്റെ ചോദ്യം അതാണ്, യഥാർത്ഥത്തിൽ കേരളത്തിലെ പൊതുജനങ്ങൾക്ക് ഓരോ സാധാരണക്കാരനും വേണ്ടത് എന്താണ്? ആ വേണ്ട സാധനങ്ങൾ അല്ലെങ്കിൽ ആ വേണ്ട വാഗ്ദാനങ്ങൾ തന്നെയാണോ ഓരോ രാഷ്ട്രീയ പാർട്ടികളും പ്രഖ്യാപിച്ചിട്ടുള്ളത്? അല്ലെങ്കിൽ യഥാർത്ഥത്തിൽ കേരളത്തിന് വേണ്ടി എന്തായിരുന്നു ഈ രാഷ്ട്രീയ പാർട്ടികൾ പ്രഖ്യാപിക്കേണ്ടിയിരുന്നത്? 16ാം കേരള നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് പടിവാതിൽ എത്തി നിൽക്കുമ്പോൾ ഒരു സജീവ രാഷ്ട്രീയത്തിലൊക്കെ ഞങ്ങൾ പ്രവർത്തിച്ച ഒരു 35-40 വർഷം മുന്നേ ഉയർത്തിയ ഒരു മുദ്രാവാക്യം എൻ്റെ മനസ്സിലേക്ക് വരികയാണ്. ആരാ നിങ്ങളുടെ നേതാവ്? എന്താ നിങ്ങളുടെ പരിപാടി? എല്ലാ തിരഞ്ഞെടുപ്പ് യോഗങ്ങൾക്ക് മുമ്പും നടത്തുന്ന പ്രകടനങ്ങളിൽ ആവേശപൂർവ്വം വിളിച്ച മുദ്രാവാക്യം. പക്ഷെ ആ മുദ്രാവാക്യത്തിന് ഇപ്പോൾ ഒരു പ്രസക്തിയുമില്ല. ആരാ നിങ്ങളുടെ നേതാവ്? LDF-ലേക്ക് പോകുമ്പോൾ അത് പിണറായി വിജയൻ തന്നെയാണ്. 3-ാം ഊഴം ക്യാപ്റ്റന് പിണറായി വിജയൻ എന്നുള്ളതാണ് LDF-ന്റെ മുദ്രാവാക്യം. അതിനുവേണ്ടി സംഘടനാ തലത്തിലും പാർലമെന്ററി തലത്തിലും പാർട്ടി വെച്ച ചില മാനദണ്ഡങ്ങൾ തനിക്ക് മാത്രം ഒഴിവാക്കിയാണ് അദ്ദേഹം മത്സര രംഗത്ത് 81-ാം വയസ്സിൽ രംഗത്തുള്ളത്. UDF-ന് നേതാക്കളുടെ ബാഹുല്യമുണ്ട്. അത് VD സതീശനോ രമേശ് ചെന്നിത്തലയോ ആകാം, ചിലപ്പോൾ സർപ്രൈസ് ആയിട്ട് മറ്റ് ആരെങ്കിലും വരാം. NDA-ക്ക് അത് നയിക്കുന്ന BJP-യുടെ നേതാവ് രാജീവ് ചന്ദ്രശേഖറാണ്. മന്ത്രിസഭ രൂപീകരിക്കാനുള്ള വിദൂര സാധ്യത പോലും ഇല്ല എങ്കിലും അദ്ദേഹമാണ് നേതാവ്. അപ്പോൾ ആരാ നിങ്ങളുടെ നേതാവ് എന്നുള്ളതിന് കൃത്യമായ ഉത്തരവുണ്ട്. എന്താ നിങ്ങളുടെ പരിപാടി എന്നുള്ളതാണ് രണ്ടാമത്തെ പ്രശ്നം. അത് LDF-ന്റെ 3-ാം സർക്കാരാണ്. LDF-ന്റെ മുഖ്യ മുദ്രാവാക്യം പരിപാടി. ഈ സർക്കാരിന്റെ വികസന പരിപാടികൾ, രാഷ്ട്രീയ അജണ്ട തുടരുക എന്നുള്ളതാണ് പ്രഖ്യാപിതമായ മുദ്രാവാക്യം. നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ 5 ഗ്യാരണ്ടികൾ രാഹുൽ ഗാന്ധി നൽകിയിട്ടുള്ള 5 ഗ്യാരണ്ടികളാണ് UDF-ന്റെ പ്രകടന പത്രികയിലെ മുഖ്യ ഇനം. സ്ത്രീകൾക്ക് വലിയ പരിഗണനയുണ്ട്, പെൻഷനുണ്ട്, KSRTC-യിൽ സൗജന്യ യാത്രയുണ്ട്, മെഡിക്കൽ ഇൻഷുറൻസ്, അങ്ങനെയുള്ള വളരെ ആകർഷകമായ 5 ഗ്യാരണ്ടികൾ നൽകിയിട്ടുണ്ട് UDF-ഉം കോൺഗ്രസും. NDA-ക്ക് വേണ്ടി സത്യം പറഞ്ഞാൽ കേരളത്തിലെ 140 മണ്ഡലങ്ങളിലും മത്സരിക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ്. അദ്ദേഹത്തിന്റെ വികസന അജണ്ട മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളതാണ് NDA ഉയർത്തുന്ന മുദ്രാവാക്യം. അപ്പൊ എല്ലാ മുദ്രാവാക്യങ്ങളും നമ്മുടെ മുന്നിലുണ്ട്. പക്ഷെ എല്ലാവരും മറച്ചു വെക്കുന്ന ചില മൗലിക പ്രശ്നങ്ങളുണ്ട്. അത് ഒരു തിരഞ്ഞെടുപ്പിലും, അത് അസംബ്ലി തിരഞ്ഞെടുപ്പായാലും ലോക്സഭാ തിരഞ്ഞെടുപ്പായാലും തദ്ദേശ സ്വയംഭരണ സ്ഥാപന തിരഞ്ഞെടുപ്പായാലും ചർച്ച ചെയ്യപ്പെടേണ്ട ചില കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഞാൻ ഇന്ന് ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട പ്രശ്നം. അത് TD രാമകൃഷ്ണന്റെ നോവലിന്റെ പേര് ആലങ്കാരികമായി എടുത്തു പറഞ്ഞു കഴിഞ്ഞാൽ അന്ധർ, ബധിരർ, മൂകരാണ്. ഈ പ്രധാനപ്പെട്ട പ്രശ്നങ്ങളിൽ 3 രാഷ്ട്രീയ മുന്നണികളും. അതെന്ത് എന്ന് ഞാൻ വിശദീകരിക്കാം. ഒന്നാമത്തെ പ്രശ്നം, കേരളത്തിലെ ഒരു വലിയ വിഭാഗം ജനങ്ങളെ സർക്കാരിന്റെ ഖജനാവിൽ നിന്നും പണം അനുവദിക്കുന്ന ഒരു മേഖലയിൽ നിന്നും പൂർണ്ണമായും ദശാബ്ദങ്ങളായി മാറ്റി നിർത്തിയിരിക്കുന്നു. അത് എയ്ഡഡ് വിദ്യാലയങ്ങളാണ്, എയ്ഡഡ് സ്കൂളുകൾ, എയ്ഡഡ് കോളേജുകൾ. കേരളത്തിലെ എയ്ഡഡ് മാനേജർമാരുടെ അക്രമത്തിൽ നിന്നും ചൂഷണത്തിൽ നിന്നും പാവപ്പെട്ട അധ്യാപകരെ മോചിപ്പിക്കാൻ വേണ്ടി 1957 ആദ്യ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ കൊണ്ടുവന്ന വളരെ വിപ്ലവകരമായ നിയമമായിരുന്നു വിദ്യാഭ്യാസ നിയമം. അതിന്റെ ഒരു വ്യവസ്ഥ അനുസരിച്ച് നിയമനം സർക്കാരിന്റെ കയ്യിൽ വെക്കുന്ന ഒരു വ്യവസ്ഥ ഉണ്ടായിരുന്നു. പക്ഷെ അത് നടപ്പിലാക്കിയില്ല. ശമ്പളം സർക്കാർ ഖജനാവിൽ നിന്ന് നൽകുന്ന സംവിധാനം ആരംഭിച്ചു. 1958-59 മുതൽ എയ്ഡഡ് സ്കൂളിലെ അധ്യാപകർക്ക് ശമ്പളം നൽകുന്നത് സർക്കാരാണ്. 73-74-70കളിലെ ആദ്യം മുതൽ സംസ്ഥാനത്തെ എല്ലാ എയ്ഡഡ് കോളേജുകളിലെ അധ്യാപകർക്കും അനധ്യാപകർക്കും ശമ്പളം നൽകുന്നത് സർക്കാരാണ്. ഇനി കണക്കുകൾ നോക്കുക. ഈ 2 എയ്ഡഡ് മേഖലയിലെ സ്കൂളുകളിലും കോളേജുകൾ, എയ്ഡഡ് വിദ്യാലയങ്ങൾ ആകെയുള്ള ദളിതരുടെ എണ്ണം 1% പോലുമില്ല. ഒരു കണക്കനുസരിച്ച് അത് 0.38% മാത്രമാണ്. 58 മുതൽ സ്കൂളുകളിൽ, 73 മുതൽ കോളേജുകളിൽ സർക്കാർ ശമ്പളം കൊടുക്കുന്നു.
പക്ഷെ നിയമനങ്ങളിൽ ഒരുവിധ സാമൂഹിക നീതിയും ഉണ്ടാകുന്നില്ല. 8128 എയ്ഡഡ് സ്ഥാപനങ്ങളാണ് കേരളത്തിലുള്ളത്. അതിൽ ആകെ ഉള്ളത് ദളിത് ദളിതർ, ആദിവാസികൾ ഉൾപ്പെടെയുള്ള അധസ്ഥിത സമുദായങ്ങളിൽ നിന്നും 560 പേർ മാത്രമാണ്. 560 പേർ. 8500 കോളേജ് അധ്യാപകരിൽ 60-ൽ താഴെ ആൾക്കാർ മാത്രമാണ് ഈ പാർശ്വവൽകൃതരായ ജനസമൂഹങ്ങളിൽ നിന്ന് ഇതുവരെ നിയമിക്കപ്പെട്ടിട്ടുള്ളത്. സംസ്ഥാനത്തെ കോളേജുകളിൽ 64% എയ്ഡഡ് മേഖലയിലാണ്. 2017 സംസ്ഥാന ഗവൺമെന്റിന്റെ യുവജനകാര്യ നിയമസഭാ സമിതി ഒരു റിപ്പോർട്ട് തയ്യാറാക്കി. അതിനേക്കാട്ടിലും ഭീകരമായൊരു കണക്ക് വെച്ചിട്ടുണ്ട്. 7140 സ്കൂൾ അധ്യാപകരിൽ സ്കൂളുകളിൽ 1 ലക്ഷം അധ്യാപകരാണുള്ളത് ഏതാണ്ട്. അതിലെ ഷെഡ്യൂൾഡ് കാസ്റ്റ് പട്ടികജാതി വിഭാഗക്കാർ 378 പേർ മാത്രമാണ്. 1 ലക്ഷം അധ്യാപകരിൽ 378 പേർ. പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാർ 75 പേരാണ്. ഈ 2 വിഭാഗത്തിലും പെട്ട നോൺ ടീച്ചിങ് സ്റ്റാഫ് 200 പേർ മാത്രമാണ്. 1 ലക്ഷത്തിലധികം അധ്യാപകരിൽ 1% താഴെയാണ് സംസ്ഥാനത്തെ എയ്ഡഡ് വിദ്യാലയങ്ങളിൽ ദളിതരും ആദിവാസികളും ഉള്ളത്. നിങ്ങൾ ഓർക്കുക, ഒരു പാവപ്പെട്ട ആദിവാസി വാങ്ങുന്ന തീപ്പെട്ടിക്ക് പോലും ടാക്സ് ഉണ്ട്. ഈ പാവങ്ങൾ കൊടുക്കുന്ന ടാക്സ് ഉപയോഗിച്ചിട്ടാണ് ഈ വലിയ വിഭാഗം മറ്റു ഉയർന്ന ജാതിയിൽപ്പെട്ട അല്ലെങ്കിൽ സാമ്പത്തിക ശേഷിയുള്ള ആൾക്കാരെ സർക്കാർ തീറ്റിപ്പോറ്റുന്നത്. ഇത്രയും വലിയൊരു സാമൂഹിക അനീതി ഇന്ത്യയിലെ ഒരു സംസ്ഥാനത്തും ഇല്ല. അതിന് എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽപ്പെട്ട ആൾക്കാരുടെ പൂർണ്ണ പിന്തുണയും സ്പോൺസർഷിപ്പും ഉണ്ട്. നമ്മുടെ വലിയ രാഷ്ട്രീയ അഴിമതികളെ കുറിച്ച് പറയും. ഞാൻ കഴിഞ്ഞ ദിവസം എൻ്റെ മൊബൈൽ ഫോണിൽ ഒരു കണക്ക് കൂട്ടാൻ നോക്കി. അത് 3500 3600 അധ്യാപക നിയമനങ്ങൾക്ക് അംഗീകാരം കൊടുത്തുകൊണ്ടുള്ള ഒരു ഉത്തരവ് വായിച്ചപ്പോൾ ഞാൻ തമാശയായിട്ടല്ല, വളരെ കാര്യമായിട്ട് അതിനൊരു വാങ്ങുന്ന ഇപ്പോഴത്തെ ഒരു പടി ഒരു 50 ലക്ഷം 60 ലക്ഷം ഇൻറ്റു 3500 കൂട്ടി നോക്കിയപ്പോൾ മൊബൈൽ ഫോണിന്റെ കാൽക്കുലേറ്റർ ആ ഉത്തരം പറയുന്നില്ല, സ്ക്വയർ മാത്രമാണ് കാണിക്കുന്നത്. അത്രയും വലിയ തുകയാണ് ഓരോ വർഷവും നിയമനത്തിൽ സ്വകാര്യ വിദ്യാലയ മാനേജ്മെന്റുകൾ വാങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇതിനെതിരായിട്ട് ശബ്ദമുയർത്താൻ എന്തുകൊണ്ട് പ്രമുഖ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ പരാജയപ്പെടുന്നു, അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മൗനി ബാബമാരായിരിക്കുന്നു എന്ന് എല്ലാ വർഷവും സോഷ്യൽ മീഡിയയിലൂടെ ഞാൻ ചോദിക്കാറുണ്ട്. ദളിത് സമൂഹങ്ങളിൽ നിന്നും ഒക്കെയുള്ള ആൾക്കാർ ചോദിക്കാറുണ്ട്. ഉത്തരം മാത്രം ലഭിക്കുന്നില്ല. ചർച്ച ചെയ്യപ്പെടേണ്ട പ്രധാനപ്പെട്ട പ്രശ്നമാണ് അത്. 1957 വിദ്യാഭ്യാസ നിയമത്തിലെ ആ വ്യവസ്ഥ, നിയമനങ്ങൾ PSCക്ക് വിടുക എന്നുള്ളതാണ് ഏക പരിഹാര മാർഗം. അതിനെതിരായി ഇന്ത്യയിൽ എവിടെയും ഒരു നിയമ തടസ്സവും ഇപ്പോൾ നിലവിലില്ല. ആദ്യ നായനാർ മന്ത്രിസഭയുടെ കാലത്ത് CPM-നെ അനുകൂലിക്കുന്ന ശാസ്ത്ര സാഹിത്യ പരിഷത്ത് പോലെയുള്ള സംഘടനകൾ ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ സർക്കാർ ഒരു നടപടിയും എടുത്തില്ല. അച്യുതാനന്ദൻ മന്ത്രിസഭയുടെ കാലത്തും ഇതേ ആവശ്യം പ്രസ്ഥാനത്തെ അനുകൂലിക്കുന്നവർ ഉന്നയിച്ചു. പക്ഷെ അതിലും നടപടികളൊന്നും ഉണ്ടായില്ല. ഒരു ഘട്ടത്തിൽ 2022 തോന്നുന്നു, SNDP യോഗം, അവർക്ക് ഇഷ്ടംപോലെ സ്കൂളുകളും കോളേജുകളുണ്ട്, SN ട്രസ്റ്റിനുണ്ട്. അവര് ചില നിക്ഷിപ്ത താല്പര്യം കാരണം സർക്കാർ തയ്യാറാണെങ്കിൽ ഞങ്ങളും തയ്യാറാണ് എന്ന് പറഞ്ഞു. പറയാൻ കാരണം അവർക്കല്ല, ക്രിസ്ത്യൻ മാനേജ്മെന്റുകൾക്കാണ് ഏറ്റവും കൂടുതൽ എയ്ഡഡ് സ്കൂളുകളും കോളേജുകളും ഉള്ളത്. പോകുന്നെങ്കിൽ അവരുടെ ആണ് കൂടുതൽ പോകുന്നത്, ഞങ്ങൾക്ക് കുറച്ച് നഷ്ടമേ വരത്തുള്ളൂ എന്നുള്ള ഒരു ദുഷ്ടലാക്ക് അതിന്റെ പിന്നിലുണ്ടെങ്കിൽ പോലും ഒരു പ്രമുഖ സമുദായ സംഘടന അതിന് താല്പര്യം പ്രകടിപ്പിച്ചപ്പോൾ പോലും തുടർ ചർച്ചകൾ ഉണ്ടായില്ല. ബുദ്ധിജീവികളൊന്നും മിണ്ടത്തില്ല. കാര്യം സംസ്ഥാനത്തെ ഇടതുപക്ഷ ബുദ്ധിജീവികളിൽ ഭൂരിപക്ഷം പേരും എയ്ഡഡ് വിദ്യാലയങ്ങളിലോ, അത് സ്കൂളുകളിലായാലും കോളേജുകളിലായാലും അവിടെ അധ്യാപകരായിട്ട് ഇരുന്നവരോ വിരമിച്ചവരോ ഒക്കെ ആണ്. അത് അതിതീവ്രവാദികളുണ്ട്. ഈ ഇടതുപക്ഷത്തിന് വിപ്ലവം പോരാ എന്ന് വാദിക്കുന്ന ചില അധ്യാപകരും അവരൊക്കെ ഈ എയ്ഡഡ് മേഖലയിൽ
വർക്ക് ചെയ്തിട്ടുള്ള ആൾക്കാരാണ്. കഴിഞ്ഞ മന്ത്രിസഭയുടെ കാലത്ത് ഈ പ്രശ്നം ഉന്നയിക്കപ്പെട്ടപ്പോൾ വളരെ വിചിത്രമായ ഒരു മറുപടി സൗമ്യനായ അന്നത്തെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി സി രവീന്ദ്രനാഥ് അസംബ്ലിയിൽ നൽകുകയുണ്ടായി. അതിങ്ങനെയാണ്: ആര് പറഞ്ഞു അഴിമതിയുണ്ട് എന്ന്? എല്ലാ നിയമനങ്ങളും ഗവൺമെന്റ് അംഗീകരിക്കുന്നതാണല്ലോ. അപ്പൊ അംഗീകരിക്കപ്പെടുന്ന നിയമനങ്ങളിൽ വെറും 0.38% ദളിതരും ആദിവാസികളും നിയമിക്കപ്പെടുന്ന അവസ്ഥ. അത് സിസ്റ്റത്തിന് തന്നെ ഒരു കുഴപ്പമുണ്ട് എന്ന് ഇടതുപക്ഷം ജനങ്ങളോടൊപ്പം നിൽക്കുന്ന, പാവപ്പെട്ടവരോടൊപ്പം നിൽക്കുന്നുവെന്ന് അഭിമാനിക്കുന്ന ഇടതുപക്ഷത്തിന് എന്തുകൊണ്ട് തോന്നിയില്ല അതെല്ലാം നിയമപരമാണ് എന്ന് പറയുന്നതിന്റെ യുക്തി എനിക്ക് മനസ്സിലാവുന്നില്ല. അത് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. രണ്ടാമത്തെ പ്രശ്നം, കേരള രാഷ്ട്രീയത്തെ തന്നെ പിടിച്ചുലച്ച ആദിവാസി ഭൂപ്രശ്നമാണ്. അത് മുത്തങ്ങ വെടിവെപ്പിൽ ഒരു ആദിവാസിയും പോലീസുകാരനും കൊല്ലപ്പെട്ടു. 2003 ഫെബ്രുവരി 19 വയനാട്ടിലെ മുത്തങ്ങയിൽ. കേരളത്തിലെ ജനസമൂഹത്തിൽ വോട്ട് ബാങ്ക് ഇല്ലാത്തവരാണ് ആദിവാസികൾ. ദളിതർക്കും വോട്ട് ബാങ്ക് ഇല്ല, ശരിയായിട്ട്. പക്ഷെ 1% വരുന്ന, അത് 3-3.5 ലക്ഷം മാത്രമേ ആദിവാസികളുള്ളൂ. ഇപ്പോഴും അതിലെ ഒരു പകുതിയിലധികം ആൾക്കാർക്ക് കിടക്കാൻ 1 ഇഞ്ച് ഭൂമിയില്ല. മുത്തങ്ങയിലെ സമരം പെട്ടെന്നുണ്ടായ സമരമല്ല. ആദിവാസി ഗോത്ര മഹാസഭ നിരന്തരമായി വർഷങ്ങളായി നടത്തിയ സമരത്തിന്റെ കൾമിനേഷൻ, അതിന്റെ അവസാനത്തെ ലെഗിലാണ് മുത്തങ്ങയിലെ വനഭൂമി 1500 കുടുംബങ്ങൾ CK ജാനുവിന്റെയും M ഗീതാനന്ദന്റെയും നേതൃത്വത്തിൽ കയ്യേറിയത്. അതിനു മുമ്പ് 1975 ആദിവാസി ഭൂസംരക്ഷണ നിയമം പിന്നീട് വന്ന സർക്കാരുകൾ റദ്ദാക്കുകയും അതിന്റെ അന്തസ്സത്ത മൊത്തം എടുത്തു കളയുകയും ചെയ്തെന്ന്. ഈ നിയമത്തിന് ഒരു ഭേദഗതി വന്നപ്പോൾ അതിനെ എതിർത്ത ഒരേ ഒരു MLA മാത്രമേ കേരളത്തിലുണ്ടായിരുന്നുള്ളൂ. അത് KR ഗൗരിയമ്മയായിരുന്നു. അതിനുശേഷം ആദിവാസികൾക്ക് ഭൂമി കിട്ടാൻ വേണ്ടി ചിങ്ങേരിയിലും പനവല്ലിയിലും കുണ്ടളയിലുമൊക്കെ വളരെ സമര പരമ്പരകൾ അരങ്ങേറി. അതിനുശേഷം സെക്രട്ടേറിയറ്റിലെ കുടിൽ കെട്ടി സമരം നയിച്ചു. എന്നൊക്കെയുള്ള മാധ്യമ പ്രതികരണങ്ങൾ ഞാൻ ഓർക്കുകയാണ്. ആദിവാസികൾ സെക്രട്ടേറിയറ്റിന് ചുറ്റും കുടിൽ കെട്ടിയിരുന്നപ്പോൾ അവർ നഗരം വൃത്തികേടാക്കി എന്നാണ് ചില മാന്യന്മാർ പറഞ്ഞിരുന്നത്. അത് ഓർക്കുകയാണ്. അതിനുശേഷം AK ആന്റണി മന്ത്രിസഭ CK ജാനുവുമായിട്ടും ആദിവാസി ഗോത്ര മഹാസഭയുമായും കരാറിൽ ഒപ്പുവെച്ചു. ഇതിന്റെ ഫലമായി 2001 ആദിവാസികൾക്ക് ഭൂമി നൽകാൻ അന്നത്തെ AK ആന്റണി സർക്കാർ തീരുമാനിച്ചു. ഞാൻ ഓർക്കുകയാണ്, ഞാൻ ആ രംഗത്തിന് സാക്ഷ്യം വഹിച്ച ആളായിരുന്നു. ഞാനന്ന് ദേവികുളം ആകാശവാണിയിൽ ജോലി ചെയ്യുന്ന സമയത്താണ് മുഖ്യമന്ത്രി AK ആന്റണി മറയൂരിൽ വലിയ ചടങ്ങിൽ, AK ആന്റണി സാധാരണ ചിരിക്കുന്നതിന് അപൂർവമാണ്, പക്ഷെ അദ്ദേഹം വന്ന് CK ജാനുവിനോടൊപ്പം നൃത്തച്ചുവടുകൾ വെച്ചാണ് ഭൂവിതരണം മറയൂരിൽ ഉദ്ഘാടനം ചെയ്തത്. ആ രംഗം കേരളത്തിന്റെ ചരിത്രം മാറ്റിക്കുറിക്കുന്ന സംഭവമായി വ്യാഖ്യാനിക്കപ്പെട്ടു. പക്ഷെ മറയൂരിൽ പോലും അവർക്ക് നൽകിയ ഭൂമി മനുഷ്യന് താമസിക്കാൻ പറ്റാത്ത ഇടമായിരുന്നു. വെള്ളം കിട്ടില്ല, വന്യജീവി ശല്യം. അവിടെ പിന്നീട് ആദിവാസികൾ താമസിച്ചോ എന്ന് വ്യക്തമല്ല. അതിനു മുമ്പ് ഇതേപോലെ ഒരു ഗവൺമെന്റിന്റെ കാലത്ത് അട്ടപ്പാടിയിൽ ആദിവാസികൾക്ക് ഭൂമി നൽകി. ഇപ്പൊ നെറ്റിൽ അടിച്ചു കഴിഞ്ഞാൽ കിട്ടും. ചന്ദ്രമണ്ഡലം എന്നാണ് അവർക്ക് നൽകിയ ഭൂമിക്ക് പിന്നീട് മാധ്യമ പ്രവർത്തകരും ചില രാഷ്ട്രീയ പ്രവർത്തകരും നൽകിയ പേര്. ചന്ദ്രമണ്ഡലത്തിൽ പോയി താമസിക്കാൻ പറ്റില്ലല്ലോ. അവിടെ എത്തിപ്പെടാൻ ബുദ്ധിമുട്ട്, വെള്ളമില്ല, നിറയെ വന്യജീവികൾ. ആ ലെവലിലാണ് മറയൂർ സ്ഥലത്തും CK ജാനുവിന് ഗീതാനന്ദനുമായി ഒപ്പുവെച്ച കരാർ പ്രകാരം മറ്റ് സ്ഥലങ്ങളിലും നൽകിയിട്ടുള്ള ഭൂമിയുടെ അവസ്ഥ. ഈ കരാർ ലംഘിക്കപ്പെട്ടതിന് ശേഷമാണ് ആദിവാസികൾ സംഘടിക്കുകയും മുത്തങ്ങ കേന്ദ്രമായി സമര മുഖം തുറക്കുകയും ചെയ്തത്. അവരാവശ്യപ്പെട്ടത് ഈ ആദിവാസികൾക്ക് ഭൂമി, വെറും ഭൂമിയിൽ 5 സെന്റോ 10 സെന്റോ അല്ല, അവർക്ക് അർഹതപ്പെട്ട ഭൂമി തരികയും അത് ഭരണഘടനയുടെ ഷെഡ്യൂൾഡ് ഏരിയ എന്ന് പറയുന്ന വിഭാഗത്തിൽപ്പെടുത്തി സംരക്ഷിത പ്രദേശമായി പ്രഖ്യാപിക്കുകയും ചെയ്യണം എന്നായിരുന്നു ആവശ്യം. കർണാടകത്തിലൊക്കെ അത് ചെയ്തു എന്നവർ ചൂണ്ടിക്കാണിച്ചു. പക്ഷെ അത് പോലീസ് ഫയറിംഗിലൊക്കെയാണ്
കലാശിച്ചത്. അതിനുശേഷം ചെങ്ങറ ഭൂമിയിൽ സമരമുണ്ടായി. ലാഹ ഗോപാലന്റെ നേതൃത്വത്തിൽ 2007 ഓഗസ്റ്റ് മുതൽ നടത്തിയ സമരം, അത് 2009 ഒക്ടോബറിൽ ഒത്തുതീർപ്പായപ്പോൾ സർക്കാർ ഒപ്പുവെച്ച പ്രധാനപ്പെട്ട വ്യവസ്ഥ ഹാരിസൺ മലയാളം, മൂന്നാറിലെ ടാറ്റ ഉൾപ്പെടെയുള്ള എസ്റ്റേറ്റുകൾ, സ്വകാര്യ സ്ഥാപനങ്ങൾ, വ്യക്തികൾ കൈയടക്കി വെച്ചിരിക്കുന്ന എസ്റ്റേറ്റുകളിൽ കണക്കെടുപ്പ് നടത്തുകയും ആവശ്യത്തിലധികം ഭൂമി കൈവശം വെച്ചിട്ടുണ്ടെങ്കിൽ അത് കണ്ടെത്തി ആദിവാസികൾക്കും ദളിതർക്കും വിതരണം ചെയ്യുകയും ചെയ്യും എന്നായിരുന്നു ഈ ചെങ്ങറ ഭൂസമരം ഒത്തുതീർപ്പ് ആയപ്പോൾ ഉണ്ടായിരുന്ന വ്യവസ്ഥ. അപ്പോൾ ചെങ്ങറ സമരത്തിലെ വ്യവസ്ഥയും ഒരു സർക്കാരും ഇതുവരെ, അതിനുശേഷം പല സർക്കാരുകൾ മാറി വന്നു, ഇതുവരെ പൂർണ്ണമായും നടപ്പിലാക്കിയിട്ടില്ല. അപ്പോൾ കേരളത്തിലെ ആദിവാസികളും ദളിതരും ഉൾപ്പെടുന്ന വലിയ വിഭാഗം ജനങ്ങളുടെ അടിസ്ഥാന മൗലിക പ്രശ്നങ്ങളിൽ ഒരു രാഷ്ട്രീയ പാർട്ടിക്കും താല്പര്യമില്ല. അവരുടെ ഒരു രാഷ്ട്രീയ അജണ്ടയിൽ ഒരു കാലത്തും തിരഞ്ഞെടുപ്പിൽ അവർ ഉന്നയിക്കുന്നില്ല. അവർക്ക് അടിസ്ഥാന ജനവിഭാഗവുമായുള്ള അവരുടെ ബന്ധം വ്യക്തമാക്കുന്നതാണ് ഈ പൂർണ്ണമായും അവരെ അവഗണിച്ചുകൊണ്ടുള്ള ഈ നിലപാട്. യെസ്, അതാണ് സാർ സൂചിപ്പിച്ചതുപോലെ പലതരത്തിലുള്ള വാഗ്ദാനങ്ങൾ പല രാഷ്ട്രീയ പാർട്ടികളും പല കോണുകളിൽ നിന്നും ഉയർത്തിയിട്ടുണ്ട്. നമുക്കറിയാം, കേന്ദ്ര നേതാക്കൾ ഉൾപ്പെടെ കേരളത്തിൽ വന്ന് വലിയ വാഗ്ദാനങ്ങളാണ് നൽകിയിരിക്കുന്നത്. ആ വാഗ്ദാനങ്ങളിൽ എവിടെയെങ്കിലും വളരെ വളരെ സാധാരണക്കാരായ അടിസ്ഥാനപരമായ വർഗ്ഗക്കാർ എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള ആളുകൾക്ക് വേണ്ടി എന്ത് വാഗ്ദാനം ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ ഇല്ല, അവരൊന്നും വാഗ്ദാനം ചെയ്തിട്ടില്ല നിലവിൽ ഇന്ന് വരെ എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്തായാലും വ്യക്തമാണ്. താങ്ക് യു പ്രദീപ് സർ. ഓക്കെ, താങ്ക് യു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.